വെൽക്കം ടു ട്രാവൽ ആൻഡ് എൻക്വയറി. നമ്മൾ വീണ്ടും വടകര ഭാഗത്തുള്ള ഒരു റോഡിൻ്റെ കാര്യങ്ങൾ തന്നെയാണ് നോക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും, നമ്മൾ പാർക്കോ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തേക്കുള്ള ആ ഭാഗത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള വലിയ കുന്നിടിച്ച് പിന്നെ ഒരു താഴ്ചയുണ്ട്. ആ താഴ്ചയിലേക്ക് മണ്ണ് കൊണ്ടുപോയിട്ട് ഒരു സ്ലോപ്പ് അതായത് കൂടുതൽ ചെങ്കുത്തായ ഇറക്കം മാറ്റി നല്ല രീതിയിലുള്ളൊരു ഇറക്കമാക്കി മാറ്റുന്ന ഒരു വർക്കാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. വടകര ടൗൺ ഭാഗത്തേക്ക് വേണ്ട സ്പാൻസ് മുഴുവനും ഈ ഭാഗത്താണ് ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. നിങ്ങൾ കാണുന്നുണ്ടാവും, ആ സൈഡിലുള്ള മണ്ണ് ഉയർത്താനും ഒക്കെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ആ ഒരു ജംഗ്ഷനിൽ, പാർക്കോ ഹോസ്പിറ്റൽ ജംഗ്ഷൻ ഏതാണ്ട് എത്താറായി. ആ ഒരു ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ഫ്ലൈ ഓവർ ജംഗ്ഷനാണ്. ഫ്ലൈ ഓവർ കൊടുത്തുകൊണ്ടുള്ള ഒരു ജംഗ്ഷനായിട്ടാണ് വരുന്നത്. മീൻസ് അവിടുന്ന് പഴയ വടകര, നമ്മൾ ഓൾഡ് ബസ് സ്റ്റാൻഡ്, പുതിയ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്ന പോലെ ഓൾഡ് ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന റൂട്ടാണത്. ആ ഭാഗത്താണ് ക്രിസ്ത്യൻ പള്ളിയും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉള്ളത്. ഉള്ളിലോട്ട് കയറിക്കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മളൊരു തലശ്ശേരി പഴയ ഒരു ഇതില്ലേ, ഈ നമ്മളെ ഒരു കുറേ വ്യാപാര സ്ഥാപനങ്ങളിലുള്ള ഒരു മേഖലയായിട്ട് നമുക്ക് തോന്നും. നമ്മളിപ്പോൾ ദൂരെ നിന്ന് കാണുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു ഫ്ലൈ ഓവർ. ഈ ഒരു ഹൈവേൻ്റെ ഏതൊരു ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമ്മളെ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ടിങ് സൊസൈറ്റിയാണ് ഇതിൽ ഏറ്റവും മുന്നിലുള്ളത്. എത്രയും പെട്ടെന്ന് ആ ഒരു ജോലി തീർക്കുന്ന വിധത്തിൽ കാസർഗോഡ് അങ്ങനെ ഇങ്ങോട്ടേക്ക്, അതായത് കാസർഗോഡ് ഭാഗത്തു നിന്നുള്ള വർക്ക് ഏതാണ്ട് ഒരു 70% കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത്. പിന്നെ കാര്യമായ കുറച്ച് വർക്ക് നടക്കാതിരുന്നൊരു മേഖലയുണ്ട്, അതുമൊക്കെ ആണിപ്പോൾ വർക്ക് നടക്കുന്നത്. പിന്നെ ഈ തളിപ്പറമ്പ് കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള കുറേ കുന്നും മലയും ഉണ്ട്. അപ്പോൾ അതിനൊക്കെ വലിയ രീതിയിൽ അപകടങ്ങൾ വരാത്ത രീതിയിൽ നല്ല കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഡിലേ ആവുന്നുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അത് സെക്കൻഡ് റീച്ച് ആയിട്ടാണ് വരിക. ഈ ഒരു ഭാഗത്തിൻ്റെ വർക്ക് തീരുന്നതോടുകൂടി ഏതാണ്ട് നല്ല വ്യത്യാസം തന്നെ നമുക്ക് ഈ ഒരു മേഖലയിൽ വരും. കാരണം ഇവിടെയുള്ള ഈ ഒരു ഏരിയ കംപ്ലീറ്റ് അപ്പുറത്തെ സൈഡുമായിട്ട്, അതായത് നമ്മളിപ്പോൾ പോകുന്നതിൻ്റെ വലത്തെ സൈഡിൽ വർക്ക് നടക്കുന്നുണ്ട്. അതിനോടനുബന്ധിച്ചിട്ടുള്ള ലെവലിലേക്ക് കൊണ്ടുവരും. പിന്നീട് നോക്കുമ്പോൾ വലിയ ഒരു റോഡ് തന്നെയായിരിക്കും അവിടെ ഉണ്ടാവുക. ഈ ഒരു ഭാഗത്തുള്ള ഒരു ചെറിയ ആ ഒരു റെയിൽവേ ലൈൻ ലെവലിലുള്ള ഒരു അണ്ടർപാസ് ഉണ്ട്. ആ ഒരു അണ്ടർപാസിൻ്റെ വർക്കാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും. അതിൻ്റെയൊക്കെ കംപ്ലീഷനോടുകൂടി മാത്രമേ ഈ സൈഡിൽ കാര്യമായ വർക്ക് നടക്കുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങൾ കാണുന്നുണ്ടാവും വലത്തെ സൈഡിൽ ഇപ്പോൾ നല്ല രീതിയിലൊരു മാറ്റം വന്നിട്ടുണ്ട്. മുഴുവനായും മണ്ണൊക്കെ ഇട്ട് ഉയർത്തിയിട്ടുണ്ട്. ഈ ഒരു റോഡിനോട് ലെവലിൽ തന്നെ ഉയർത്തിയിട്ടുണ്ട്. ആ ഒരു ഭാഗത്തുള്ള ഈ അണ്ടർപാസ് ലെവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓക്കെ ആവും ആ വർക്ക്.
ഗോൾഡ് ട്രേഡിങ്ങിലായിരിക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഇതിന് മുകളിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു പഞ്ച് ചെയ്തിരിക്കുന്ന നമ്പറിലോ അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്, ആ നമ്പറിലോ വാട്സപ്പ് ചെയ്താൽ മതി. എല്ലാവിധ ഹെൽപ്പും, അതായത് നിങ്ങളെ ബ്ലോക്കായി കിടക്കുന്ന അക്കൗണ്ട് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളതും എല്ലാം ഫോറക്സ് ട്രേഡിങ്ങിലുള്ള മുഴുവൻ ഹെൽപ്പ് നമ്മൾ ചെയ്തു തരുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ള ആളുണ്ടെങ്കിൽ അങ്ങനെയും കോൺടാക്ട് ചെയ്യുക. ഓക്കെ. കുഞ്ഞിപ്പള്ളിയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഭാഗത്തും നല്ല രീതിയിലുള്ള വർക്ക് തീർന്നിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ നമ്മളിപ്പോൾ വടകര കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് എത്താനുള്ളതെന്ന് പറഞ്ഞാൽ കൈനാട്ടിയാണ്. കൈനാട്ടിയിലും ഒരു ഇപ്പോൾ നമ്മൾ എത്തിയതാണ്. കൈനാട്ടി ഒരു ഫ്ലൈ ഓവർ ജംഗ്ഷനാണ് വരുന്നത്. കൈനാട്ടിൽ നല്ല രീതിയിലുള്ള, കാരണം 3 കൂടി ജംഗ്ഷനാണ്, നല്ല രീതിയിലുള്ളൊരു മാറ്റം ഈ ഭാഗത്ത് വരുന്നുണ്ട്. അത് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അവിടെ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ഫ്ലൈ ഓവർ ഏതാണ്ട് നല്ല രീതിയിൽ വർക്ക് തീർന്നിട്ടുമുണ്ട്. കൈനാട്ടി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇതേപോലെ തന്നെ എല്ലാ ഭാഗവും ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ വർക്ക് കുറച്ച് സ്ലോ ആണ്. കാരണം കൈനാട്ടി ഭാഗത്തൊരു ഈ ഒരു ബൈപ്പാസ്, ഈ ഒരു ഫ്ലൈ ഓവറിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു ഇത് അപ്രോച്ച് റോഡ് സെറ്റ് ആവേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇത് സ്ലോ ആവുന്നത്. അത്യാവശ്യം മണ്ണൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഡംപ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഫ്ലൈ ഓവറിന് വേണ്ടുന്ന ഈ ഒരു സ്പാൻസും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഏതായാലും ഇത് വർക്ക് തീരുന്നതോടുകൂടി നമ്മളെ നാടിൻ്റെ വലിയൊരു യാത്രാ ബുദ്ധിമുട്ടാണ് മാറാൻ പോകുന്നത്. അത് നമുക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത ആളുകൾക്ക് അത് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം ആ ഒരു ഫീല്, യാത്ര ചെയ്യുമ്പോഴൊരു വേഗത്തിൽ നമ്മളൊരു സ്ഥലത്ത് എത്തിച്ചേരുമ്പോഴൊരു ഫീല്, അത് ഒരു പ്രത്യേകത തന്നെയാണ്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു പുതിയ റോഡിലേക്ക് കൂടിയാണ്. അതിപ്പം മാറി പഴയ റോഡിലേക്ക് വരുന്നുണ്ട്. അത്യാവശ്യം വർക്കുകൾ എല്ലാ ഭാഗത്തും നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ടാവുമല്ലോ. പാസിങ്ങിൻ്റെ കാര്യം പറയുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇപ്പം ഞാൻ പാസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുന്നുണ്ട്. പക്ഷേ ഈ ഒരു സൗണ്ടിൻ്റെ കുറച്ച് വ്യത്യാസങ്ങൾ, ക്വാളിറ്റി ഇഷ്യൂസ് കൊണ്ട് കംപ്ലീറ്റ്ലി ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള വെഹിക്കിൾ റണ്ണിങ് സൗണ്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായ ഒരു ടൈമിങ്ങിൽ ഇത് ആവുന്നത്, അതായത് ആർട്ടിഫിഷ്യൽ റണ്ണിങ് സൗണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം ഇതിലുണ്ടാവും. അല്ലാതെ ഇൻഡിക്കേറ്റർ ഇടാതെ ഒന്നും കയറുന്നൊന്നുമല്ല. അത് നമ്മളെ പ്രേക്ഷകരിലേക്കാണ്. ചില പ്രേക്ഷകർ അങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. നമ്മളിപ്പം നാദാപുരം റോഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നാദാപുരം റോഡ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എല്ലാവർക്കും അറിയാം. ഇത് ഒരു നമ്മളെ ഊരാളുങ്കൽ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒരു ഹെഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. അതായത് ഏഷ്യയിലെ തന്നെ സെക്കൻഡ് ബിഗ്ഗസ്റ്റ്, അല്ല വേൾഡിലെ തന്നെ സെക്കൻഡ് ബിഗ്ഗസ്റ്റ്, ഏഷ്യയിലെ തന്നെ ഫസ്റ്റ് ബിഗ്ഗസ്റ്റ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ലേബർ കോൺട്രാക്റ്റിംഗ് കമ്പനി, ലേബർ കോപ്പറേറ്റീവ് കമ്പനിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം കൊണ്ട് തന്നെ ഈ ഒരു മേഖല അത്യാവശ്യം പ്രത്യക്ഷത്തിൽ ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു മേഖലയാണ്. അത് നല്ല വ്യത്യാസമാണ്. കാരണം അവിടെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അവിടെ ഒരു എക്സിറ്റ് എൻട്രി ആണ് കാര്യമായിട്ട് ഉണ്ടാവുക. പിന്നെ അവരെ അണ്ടർപാസ് സാധ്യതയുണ്ട്, അറിയില്ല. കാരണം അതിനപ്പുറത്തുള്ള കൈനാട്ടി ഒരു ഫ്ലൈ ഓവർ കൊടുക്കുന്നതുകൊണ്ട് അണ്ടർപാസ് ഉണ്ടാവുമോ എന്നറിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഏതാണ്ട് അടുത്ത ഘട്ടത്തിൽ നമ്മൾ ഈ ഒരു മാഹി ബൈപ്പാസിൻ്റെ അടുത്തെത്തും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് അടിക്കുക. ഓക്കെ, താങ്ക് യു.